അതായത് ബാലന്റെ പെങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. കുഞ്ഞിന്റെ നൂലുകെട്ടിന് കുട്ടിമണി ഉണ്ടാകരുതെന്ന പൂക്കോടിയുടെ ആവശ്യം ബാലൻ ഇഷ്ടപ്പെടുന്നില്ല. വൈരൂരം വീട്ടിലെത്തുന്ന പോലീസിനോട് ശാരദയുടെ മരണത്തിന് പിന്നിൽ ശിവയെ സംശയമുണ്ടെന്ന് രവി പറയുന്നു. ഭാര്യയെ പേടിച്ചുള്ള ജീവിതം മതിയാക്കിയെന്ന് രവി മതികലയോട് പറയുന്നു. ശാരദയുടെ മരണത്തിന് പിന്നിൽ മാണിക്യമംഗലത്തുള്ളവരാണെന്ന് മഹാദേവൻ മതികലയോട് പറയുന്നു. തുടർന്ന് കാണുക. മോളെ, അച്ചയുടെ ചക്കരമുത്തേ, എന്റെ മോക്കേ 2 ദിവസം കഴിയുമ്പോ പേരിടാൻ പോവാ ഞങ്ങള്. എന്റെ പൊന്നുമോക്ക് എന്ത് പേരാ വേണ്ടത്? പിന്നെ അച്ചയുടെ മോളിപ്പോ ചാടി എഴുന്നേറ്റ് അവളുടെ പേരങ്ങ് വിളിച്ചു പറയാൻ പോവല്ലേ? വേണമെങ്കിൽ എന്റെ മോൾ എണീറ്റെന്ന് പറയും. അച്ഛയും കൊള്ളാം, മോളും കൊള്ളാം. എടി, എന്റെ മോക്ക് നല്ലൊരു ഒന്നാന്തരം പേര് ഞാൻ തന്നെ കണ്ടുപിടിക്കും. നമുക്ക് ഈ ലോകത്ത് സ്വന്തമായിട്ട് നേടാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ പേരാ. മറ്റുള്ളവർ നമുക്കൊരു പേരിടും, അത് നന്നാക്കാനും ചീത്തയാക്കാനും നമുക്ക് പറ്റും, അല്ലേടാ? അത്രേ ഉള്ളൂ. എന്നടാ പാവേ? ആട്ടെ, കരയല്ലേ? എന്ത് പേരാ അച്ഛൻ പുന്നാര മോക്ക് കണ്ടുവച്ചിരിക്കുന്നത്? ഞാനേ ഇവിടെ കുഞ്ഞുമണിന്ന് വിളിച്ചാലെന്ന് ആലോചിക്കുക. അതെന്താ ബാലേട്ടാ ആ പേരിടുന്നത്? എന്താ ആ പേരിട്ടാ? എന്താ നല്ല പേരല്ലേ? നല്ല പേരൊക്കെ തന്നെയാ. പക്ഷേ മരിച്ചുപോയ കുഞ്ഞിന്റെ പേര് എന്റെ മോൾക്കിടുകയെന്ന് വെച്ചാ? മരിച്ചുപോയ കുഞ്ഞ് ഇവിടുത്തെ ആരുമല്ലേ? എടി, പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ മനസ്സിൽ ഒരിക്കലും മരണമില്ല, അതറിയത്തില്ലേ? എന്റെ അച്ഛനും അമ്മയും മരിച്ചു എന്ന് എനിക്കറിയാമെങ്കിലും അവർ മറ്റേതാ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ബാലേട്ടൻ എന്തൊക്കെ തത്വജ്ഞാനം പറഞ്ഞാലും കുഞ്ഞുമണി എന്ന പേര് എന്റെ മോൾക്കിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിന്റെ യോജിപ്പ് ആർക്ക് വേണം? നിന്റെ വിയോജിപ്പേ ഒരു കടലാസിൽ എഴുതി ഒപ്പിട്ട് വെച്ചേരെ, കുഞ്ഞു വലുതാകുമ്പോ കാണിക്കാം. കുഞ്ഞിന്റെ അമ്മയല്ലേ ഞാൻ, എനിക്കുമില്ലേ കുഞ്ഞിന്റെ കാര്യത്തിൽ പേരിടുന്നതിനുള്ള അവകാശം? ജനിച്ചിട്ട് 1 മാസം പോലും പ്രായമാകാത്ത കുഞ്ഞിനെ മുമ്പിൽ വെച്ചിട്ട് നീ എന്നോട് അവകാശ തർക്കത്തിൽ നിൽക്കണോ? നീയും പതുക്കെ പതുക്കെ തന്നെ വീട്ടുകാരുടെ സ്വഭാവം കാണിച്ചു തുടങ്ങുവാണോ? അധികാരവും അവകാശവും. കുട്ടിമണിയെ പേരിടിയിൽ ചടങ്ങിന് പങ്കെടുപ്പിക്കരുതെന്ന് നിന്റെ അമ്മാവൻ, കുഞ്ഞിന് കുഞ്ഞുമണി എന്ന് പേരിടരുതെന്ന് ആജ്ഞാപിക്കാൻ നീ. എന്റെ പേരേ ബാലേന്ദ്രൻ, അല്ലാതെ ദാസൻ എന്നല്ല, റാമൂളി നിൽക്കാൻ. ബാലേട്ടൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെ നടന്ന് തുള്ളുന്നത് എന്തിനാ? എന്റെ മോൾക്ക് കുഞ്ഞുമണിന്ന് പേരിട്ടാലേ കുട്ടിമണിക്ക് കുഞ്ഞുമണിയോട് ഇഷ്ടം ഉണ്ടാവും. ആ ഇഷ്ടം പിന്നീട് നമുക്കൊരു ഭാരമാകും. നിന്റെ മനസ്സിൽ ഇത്രയും ദുഷിപ്പുണ്ടായിരുന്നു? കുട്ടിമണിക്ക് കുഞ്ഞിനോട് ദേഷ്യമാണെന്നല്ലേ ഇപ്പോഴത്തെ നിന്റെ പരാതി? ആ പരാതി അങ്ങ് തീരത്തില്ലേ? കുട്ടിമണി കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നത് നല്ലതല്ലേ? കുട്ടിമണി കുഞ്ഞിനെ ഉപദ്രവിക്കുന്നുള്ള പേടിയും മാറും, കുട്ടിമണിയുടെ മനസ്സിനൊരു ആശ്വാസമാകും. ബാലേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. മോൾക്ക് കുഞ്ഞുമണി എന്ന് പേരിട്ടാ നാളെ കുട്ടിമണിക്ക് തോന്നും ഇത് അവളുടെ സ്വന്തം കുഞ്ഞാണെന്ന്. അങ്ങനെ തോന്നിയ എന്താ? അത് പറ്റത്തില്ല ബാലേട്ടാ, എന്റെ മോളെ എന്റേത് മാത്രമാ. ഒറ്റയടിക്ക് നിന്റെ കരണം പോയിക്കാ വേണ്ടത്, അതാ നീ പറഞ്ഞതിനുള്ള മറുപടി. നിന്റേത് മാത്രമാണെന്ന് പറയാൻ നീ ഇങ്ങോട്ട് വലതുകാലം വെച്ച് കയറി വന്നപ്പം കൊണ്ടുവന്ന ഗർഭമൊന്നും അല്ലല്ലോ ഈ കിടക്കുന്നത്. എന്റെ മോളാണ് ഇതെങ്കിൽ ഇവളുടെ കാര്യത്തിൽ എനിക്കുള്ള അവകാശം കഴിഞ്ഞിട്ടേ മറ്റാർക്കും ഉള്ളൂ. മനുഷ്യ, അതെ നമ്മൾ എവിടെ പോവാ മനുഷ്യ? എന്റെ കുട്ടു, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാ, നമ്മളെ ഒരു വർക്ക്ഷോപ്പിൽ പോവുക. എന്നാത്തിനാ വക്രോഷ് അല്ല, വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പ് എന്ന് വെച്ചാ ഈ കേടായ കാറും ജീപ്പും ഒക്കെ നന്നാക്കുന്ന സ്ഥലം. ആണോ മനുഷ്യ? അതെ, എന്റെ കേടായ ഒരു പല്ലിനാണ്ട് ഇവിടെ കണ്ട, അതൊന്ന് ശരിയാക്കി തരോ? പല്ലൊക്കെ ശരിയാക്കുന്നത് ദന്താശുപത്രിയിലല്ലേ, അല്ലാതെ വർക്ക്ഷോപ്പിലാണോ? മനുഷ്യനല്ല പറഞ്ഞേ കേടായതെല്ലാം നന്നാക്കുമെന്ന്. നിന്നോട് ഞാനൊന്നും പറയാനില്ല, നിന്നോട് മറുപടി പറഞ്ഞ് ജയിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതങ്ങനെയാ, കുട്ടിമണിയോട് ആർക്കും ജയിക്കാൻ പറ്റത്തില്ല. അതെന്നാന്നറിയാവോ? കുട്ടിമണി വയലോരം വീട്ടിലെ രാജകുമാരിയായോണ്ട്. മനസ്സിലായി. ഞാനേ പണ്ടത്തെ പോലെ ആപ്ചാര് കൊടുക്കാം. ആപ്ചാര് എന്താ ഇഷ്ടം? അതെ കുട്ടു, അത് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടാവാം. ഇപ്പൊ കുട്ടുവിന് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. എനിക്കൊന്നും ചേരുന്നില്ല. ഞാൻ കണ്ണാടി നോക്കുമ്പോ വേറെ ആരാന്റെയോ അന്ന പോലെ. കുട്ടിമണി ആവണമെങ്കിൽ എന്നെ പഴയ ഉടുപ്പ് വേണം, എന്നാലേ രാജകുമാരി ആവൂ. രാജകുമാരി തൽക്കാലം ഈ വേഷത്തിൽ നില്ല്, അത് കഴിഞ്ഞ്
നമുക്ക് രാജകുമാരിക്കുള്ള പഴയ കുപ്പായൊക്കെ ഇടാം കേട്ടോ. പോരെ? മതി എങ്കിൽ മതി. അല്ല മനുഷ്യ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഓ പിന്നെയും ചോദിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ കുട്ടു വർക്ക്ഷോപ്പിൽ പോവാണെന്ന്. അത് പറഞ്ഞു. അല്ല, നമ്മൾ എന്തിനാ അവിടെ പോകുന്നേ? അമ്മമ്മയില് ഒരു കാറ് തന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. പക്ഷേ ആ കാർ എന്നെ കഴിച്ച കൊണ്ടുവന്നില്ലല്ലോ. അങ്ങനെ ഓടിച്ചൊന്നും കൊണ്ടുവരാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു അത്. പിന്നെ എങ്ങനെയാ മനുഷ്യൻ എന്നെ തലയിലെടുത്തോണ്ട് വരുമോ? ആ അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനാക്കി. കുട്ടപ്പൻ എന്നാണോ വണ്ടിയുടെ പേര്? ആ കുട്ടപ്പൻ എന്നാ പേര്. കുട്ടുവിന്റെ കുട്ടപ്പൻ. പോരെ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ കുഞ്ഞുമണിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞുമണിയും കാറിൽ കൊണ്ടുപോയിരുന്നല്ലേ മനുഷ്യ. കുട്ടു, കുഞ്ഞുമണി ഇല്ല. എത്ര തവണ ഞാൻ പറഞ്ഞതാ, എനിക്കും കുട്ടിമണിക്കും ഓർക്കുമ്പോൾ സങ്കടം വരുന്ന കാര്യങ്ങളാ. അതുകൊണ്ട് ഓർക്കാനേ പാടില്ല. ഓർക്കാനേ പാടില്ല എന്നറിയാം മനുഷ്യ, പക്ഷെങ്കി അറിയാതെ ഓർക്കും. അതങ്ങനെയാ കുട്ടു. വേദനിപ്പിക്കുന്ന ഓർമ്മകളാ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത്. അതിനെ നിസ്സാരമായി കാണാനും താങ്ങാനുമുള്ള ശക്തി നമുക്ക് വേണം. ആ ശക്തിയൊക്കെ എനിക്കുണ്ട്. പണ്ടത്തെ അത്ര ഭക്ഷണമൊന്നും ഞാൻ കഴിച്ചില്ലല്ലോ, ശക്തിയല്ലേ എനിക്ക്. മനസ്സിന് കൂടി ശക്തി വേണമെന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ പിച്ചള വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടാവും, നമുക്കിറങ്ങാം. അയ്യോ, പിത്തള വരുന്നുണ്ടോ? ആ പിച്ചളയും വരുന്നുണ്ട്. എന്നാ വേഗം ഇറങ്ങാം. പിന്നൊരു കാര്യം, കുട്ടു ഇതെങ്ങോട്ട് പോവാ? വേഗം വാ. ഇവളുടെ ഓരോ കാര്യങ്ങള്. സിജൻ ഇതെവിടെ പോവാ? ഞാൻ പറഞ്ഞില്ലേ ബാലേട്ടാ, മൈലമ്മ ഒരു കാർ അറേഞ്ച് ചെയ്ത് തന്നു. അതിന്റെ കുറച്ച് പണികൾ നടക്കുക. ഞാൻ അങ്ങോട്ട് പോവാ. ഞാൻ മാത്രമല്ല, കുട്ടിമണി വരുന്നുണ്ട്. എന്നിട്ട് അവളവിടെ? ഇപ്പൊ അകത്തോട്ട് പോയി. എന്തിനാണെന്നറിയില്ല. കുട്ടിമണിയെ പുറത്തു കൊണ്ടുവന്നത് നല്ലതാ. അവക്ക് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. അതുകൊണ്ടാ ബാലേട്ടാ, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മനസ്സിനകത്ത് കുറച്ച് സൂര്യവെളിച്ചം കിട്ടും. അപ്പോൾ മനസ്സിലുള്ള നിഴലും കറയും ഒക്കെ മാറും. നിങ്ങൾ പോയിട്ട് എപ്പോൾ തിരിച്ചു വരും? വർക്ക്ഷോപ്പിൽ പോകണം. കുട്ടിമണിയും കുട്ടി പുറത്തൊക്കെ ഒന്ന് നടക്കണം. ഒരു ഐസ്ക്രീം വാങ്ങി കൊടുക്കണം. അത്രയൊക്കെ ഉള്ളൂ. ഞാൻ കൊറേ എടുത്താണ്ടോ? ഇതും കൊണ്ട് പോയാലേ എനിക്ക് വെയിലെടുത്തില്ല. അപ്പൊ എനിക്കോ? മനുഷ്യന് വെയിലടിച്ചാരിച്ചാനെ മനുഷ്യനൊരു കൂടെ എടുത്ത് പിടിച്ചോ. അല്ലാതെ ഞാൻ എന്റെ കൂടെയൊന്നും കേട്ടിട്ടില്ല. അതിങ്ങ് തന്നെ. ആദ്യം ഇത് മടക്കി വെക്കണം. വെളിയിൽ ഇറങ്ങിയിട്ടാണ് കുട പിടിക്കേണ്ടത്. പൈസ എന്തെങ്കിലും കയ്യിലുണ്ടോ? കാശ് വേണോ? മനസ്സിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വരുക. മനസ്സിന് നുള്ളിപ്പെറുക്കി കൂട്ടിയ കാശ് കൈനീട്ടി വാങ്ങിച്ച ആളാ ഞാൻ. എന്നിട്ട് ഞാൻ തിരിച്ച് സഹായിക്കട്ടെ എന്ന് ചോദിക്കുന്നു. എന്റെ ബാലേട്ട, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാലോ. ഇപ്പൊ ഇത്തിരി ചില്ലറയുണ്ട്, അത് മതി. അത് പറയാൻ മറന്നു. കുഞ്ഞിനുള്ള ആഭരണം എടുത്തു കേട്ടോ. കുഞ്ഞുവാവയ്ക്ക് കൊടുക്കാനുള്ളതാ. നല്ല രസമുണ്ട്. അതെ, ഇത്രയും കുഞ്ഞുവാല മതിയോ? പിന്നെ കുഞ്ഞിന്റെ കൈ നീ കണ്ടിട്ടില്ലേടി? ഓ, ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. എന്നെ ആരും കാണിച്ചിട്ടില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞ എന്നെ ആരും കാണിച്ചിട്ടില്ല. മനുഷ്യ, ഇത് ഞാനേ അങ്ങ് മാലയാറ്റിരട്ടെ. അതെ, കുഞ്ഞുവാവയുടെ അരഞ്ഞാണോ? അതിങ്ങോട്ട് വച്ചേ. ഇതേ കുഞ്ഞുവാവയ്ക്ക് കുട്ടിമണി ഇടാൻ പോകുന്ന വളയാ. കുട്ടിമണിയെ കൊണ്ട് ഇടിക്കാൻ വലിയേട്ടൻ വാങ്ങിച്ചതാ. ആണോ? നീ ആ വളയും തന്നെ നീ അത് ഒടിച്ചു കളയും. ബാലേട്ടൻ വെച്ചോ, ചടങ്ങിന്റെ സമയത്ത് കൊടുത്താൽ മതി. അല്ല ബാലേട്ട, കുട്ടിമണിയും ഞാനും വേണോ ചടങ്ങിന്? അത് ഞാൻ പറയാം. തൽക്കാലം നിങ്ങൾ ചെല്ല്. എന്നാ വാ മനുഷ്യ. ഇച്ചിരി കഴിഞ്ഞാലേ സൂര്യൻ അങ്ങ് മോളിൽ വരും. അപ്പൊ ഭയങ്കര ചൂടായിരിക്കും. നീ അതിന് കൊടയെടുത്തിട്ടില്ലേ? പിന്നെന്താ? കൊടയൊക്കെ ഉണ്ട്, എന്നാലും ഭയങ്കര ചൂടായിരിക്കും. പോയിട്ട് വരാം. ശരി എന്നാ. കുഞ്ഞിനുള്ള ആഭരണങ്ങളാ. അരഞ്ഞാണവും വളയും തളയും ഒക്കെ ഉണ്ട്. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില?
മനസ്സ് ജന കാശ് തന്നത് നന്നായി, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയനെ. ആ. നീ എന്താ എന്ത് പറഞ്ഞാലുംങ്ങാങ്ങാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? ഞാൻ പിന്നെ എന്ത് വേണം? നിനക്ക് കാണണ്ടേ ആഭരണങ്ങള്? ബാലേട്ടനവിടെ വെച്ചേക്ക്, ഞാൻ കണ്ടോളാം. അതെന്താ ഒരു തണുപ്പം വിട്ട്? ഞാൻ കരുതി കുഞ്ഞിനുള്ള ആഭരണങ്ങൾ കാണുമ്പോ നീ ആവേശത്തോടെ വന്ന് കാണുമെന്ന്. ആവേശത്തോടെ കാണേണ്ടവരൊക്കെ കണ്ടല്ലോ, പിന്നെന്താ? മനസ്സിലായില്ല. അതെന്താ മനസ്സിലാവാതിരിക്കാൻ? ഞാൻ മറുഭാഷയിലൊന്നും അല്ലല്ലോ പറഞ്ഞത്. കുട്ടിമണി ആഭരണങ്ങൾ കാണിച്ചതാണോ നീ ഉദ്ദേശിച്ചത്? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല ബാലേട്ട. എന്തൊരു മുടിഞ്ഞ കഷ്ടമാണെന്ന് നോക്കിയേ. മനുഷ്യൻ ഓരോന്ന് കഷ്ടപ്പെട്ട് മേടിച്ചോണ്ട് വരുമ്പോ ബാലേട്ടൻ എന്തിനെങ്ങനെ പ്രാകുന്നേ? അതും ഈ പൊടിക്കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലും മേടിച്ചോണ്ട് വന്നേന്. നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കാണണ്ടേ? അതിനാണല്ലോ പാട്. എന്റെ മുഖം എന്തിനാ ബാലേട്ടൻ നോക്കുന്നേ? മറ്റു പലരുടെ മുഖം പ്രകാശിച്ച് നിൽക്കുന്ന കാണാനാണല്ലോ ബാലേട്ടന് പ്രിയം. നീ ആരാടി മറ്റുള്ളവരെന്ന് പറയുന്നത്? കുട്ടിമണിയോ? കുട്ടിമണിയെ കുഞ്ഞിന്റെ ആഭരണങ്ങൾ കാണിച്ചതാണോ നിന്നെ ഇത്ര ചൊടിപ്പിച്ചത്? എന്റെ കുഞ്ഞിന് വാങ്ങിച്ച ആഭരണങ്ങൾ ആദ്യം ഞാൻ കാണണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. സീതേ, നീ ഇങ്ങനെ ചിന്തിക്കുന്നതൊക്കെ കഷ്ടമാ. കുട്ടിമണി മനസ്സിന് എവിടെ പോവാൻ പുറത്തേക്ക് വന്നപ്പോഴാണ് ഞാൻ എത്തിയത്. അന്നേരം ആഭരണങ്ങളൊന്ന് കാണിച്ചു, അതിനെന്താ? ഒന്നുമില്ല ബാലേട്ട, ഒന്നുമില്ല. ഒരു പെണ്ണെന്ന നിലയിലെ എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, ഭാര്യ എന്ന നിലയിൽ ചില അവകാശങ്ങളും ഉണ്ട്. അതും കൂടി ഒന്ന് ഓർക്കണം. സീതേ, നിനക്കെന്താ എന്റെ സ്നേഹം മനസ്സിലാവാത്തത്? സ്നേഹം സ്നേഹവേ ഒരായുധമാണ് ബാലേട്ട, എപ്പോഴും എല്ലായിടത്തും. ഒരു കഥ കേട്ടിട്ടുണ്ട്. മരത്തിൽ നിന്ന് സ്നേഹത്തോടെ ഒരു കൊമ്പ് ചോദിച്ചു വാങ്ങിയിട്ട് അതുകൊണ്ട് മഴുവിന് കൈപ്പിടിയിട്ട് അതേ മരം മുറിച്ച മനുഷ്യന്റെ കഥ. അതുപോലെ ചില നേരത്ത് ബാലേട്ടനും. എന്റെ സ്നേഹം എനിക്ക് നേരെ തന്നെ ആയുധമാക്കും. ഇവിടെ നിന്റെ സ്നേഹം മുതലെടുത്ത് ഞാൻ എന്താ ചെയ്തത്? എന്താണെന്ന്? ഒന്നുമില്ല ബാലേട്ട, ഒന്നുമില്ല. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുറച്ച് വിഷം കലക്കിത്താ, അതാ നല്ലത്. ഞാൻ തരുന്നതൊക്കെ ബാലേട്ടിന് വിഷമായിട്ട് തോന്നും. ഞാൻ പറയുന്നതൊക്കെ കയ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞ രണ്ട് കാര്യം ഒന്ന് ഓർക്കണം. ഒരു പെണ്ണിന്റെ ആഗ്രഹവും ഭാര്യയുടെ അവകാശവും. എന്നാലും സീതയെടുത്തി, ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോ എന്നോട് ദേഷ്യം തോന്നിയേക്കാം. പക്ഷേ സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്താണെങ്കിലും പറ. ഇതാണ് എനിക്ക് സീതയെടുത്തിയോടുള്ള ഇഷ്ടം. ഞാൻ വന്ന് കേറിയ നാളു മുതൽ സീതയെടുത്തി എന്നെ വിളിക്കുന്നത് ഒറ്റ പേരേ ഉള്ളൂ, കലമോള്. ഞാൻ സീതയെടുത്തിയോട് കുറെ ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്റെ പ്രായത്തിന്റെ അറിവില്ലായ്മ കൊണ്ടും എന്റെ സമയദോഷം കൊണ്ടൊക്കെ ആയിരിക്കും. പഴയതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. ഓർമ്മിപ്പിച്ചാലേ ഇതുപോലെ സന്തോഷമായിട്ട് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇല്ല, ഞാനൊന്നും ഓർമ്മിപ്പിക്കുന്നില്ല. പക്ഷേ ഇപ്പം നടക്കുന്നതും വരാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു ധാരണ വേണമല്ലോ. അത് നമ്മൾ സംസാരിക്കണ്ടേ? കലമോള് എന്താ പറയുന്നേ? അതെ, ഈ കുഞ്ഞിനെ സീതയെടുത്തി കണ്ടോ? എന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ് സീതയെടുത്തിയുടെ കുഞ്ഞ്. പക്ഷേ ഈ കുഞ്ഞിന്റെ പേരില് ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാൻ പോവുക. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? എന്റെ സീതയെടുത്തി കണ്ണടച്ചിരുട്ടാക്കല്ലേ. കുഞ്ഞിന്റെ പേരിടിയിലിന് ആഭരണം വാങ്ങിച്ചോണ്ട് വന്നിട്ട് ബാലേട്ടൻ ആദ്യം കാണിച്ചതാരെയാ? കുട്ടിമണിയാണല്ലോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ബാലേട്ടനോട് ഞാൻ അപ്പൊ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞോണ്ട് എന്താ കാര്യം? ബാലേട്ടന്റെ പെങ്ങളാണ് ഏറ്റവും വലുത്. സീതയെടുത്തിയൊക്കെ ബാലേട്ടന്റെ മനസ്സിലെ ഒരു ചെറിയ കോണിലേ ഉള്ളൂ. മനസ്സിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് കുട്ടിമണിയാ. കുട്ടിമണിക്ക് കുഞ്ഞില്ലാതായതാണ് ബാലേട്ടന്റെ സങ്കടം. സ്വന്തം കുഞ്ഞിനെ ഓർത്തുള്ള സന്തോഷമൊന്നുമല്ല, സ്വന്തം പെങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിലുള്ള സങ്കടമാ ബാലേട്ടന്റെ മനസ്സിൽ മൊത്തം. കലമോള് പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ട് നിഷേധിക്കുന്നില്ല. ചില കാര്യങ്ങൾ സത്യമാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അത്രയെങ്കിലും തോന്നിയല്ലോ. സീതയെടുത്തി ഒരു കാര്യം മനസ്സിലാക്കണം. നാളെ ചിലപ്പോ ഈ കുഞ്ഞിനെ എടുത്ത് സ്വന്തം പെങ്ങൾക്ക് കൊടുത്തിട്ട് എന്റെ പൊന്നു പെങ്ങള് സന്തോഷിച്ചോ എന്ന് പറയാൻ പോലും മടിക്കില്ല ബാലേട്ടൻ. പിന്നെ സ്വന്തം കുഞ്ഞിനെ എടുത്തങ്ങ് കൊടുക്കാൻ പോവല്ലേ? ഒന്ന് പോ കലമോളെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ.
ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നൊന്നും അല്ല സീതെടുത്തി. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയുന്ന ചൊല്ല്. സീതെടുത്തി ഒന്ന് സൂക്ഷിച്ചോ. കുട്ടിമണിയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണല്ലോ കുഞ്ഞിന് മേടിച്ച ആഭരണങ്ങൾ ആദ്യം കുട്ടിമണിയെ കാണിച്ചത്, പിന്നെ മനസ്സജനെ കാണിച്ചു, ഒടുവിൽ വഴിപാട് പോലെ കൊണ്ടുവന്ന് സീതയെടുത്തിയും കാണിച്ചു. അപ്പോ സീതയെടുത്തി ആരാ? സീതയെടുത്തി വെറും രണ്ടാം കെട്ടില്. ദേ, കല വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. വെറുതെ മനുഷ്യന്റെ മനസ്സിൽ തീ കൂട്ടാനായിട്ട്. അയ്യോ, അങ്ങനെ തീ ആളി കത്തിക്കാനൊന്നും അല്ല. ദേ, ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് സീതയെടുത്തിക്ക് ബോധ്യപ്പെടും. ദേ സീതയെടുത്തി ഒരു ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഒന്ന് മാറി താമസിക്കാൻ നോക്ക്. ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ താമസിച്ച നമുക്ക് ഈ കുഞ്ഞിനെ നഷ്ടമാവും, ഉറപ്പാ. ബാലേട്ടനും പെങ്ങളും കൂടി ഇതിനെ വളർത്താൻ ഒരു ധാരണയിലെത്തും. മനസ്സിലായോ? അപ്പോ സീതയെടുത്തി വെറുതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീ, കുഞ്ഞിനെ വളർത്താൻ ബാലേട്ടനും പെങ്ങളും. ഇല്ല, അതൊന്നും നടക്കുന്ന കാര്യമല്ല കലമോളെ. അതൊന്നും സമ്മതിക്കത്തില്ല. ചില കാര്യങ്ങളിൽ ആർക്കും ആരുടെ സമ്മതം വേണ്ട സീതെടുത്തി. അവരവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ കാര്യങ്ങൾ അങ്ങ് നടത്തും. അപ്പോ സീതയെടുത്തി എങ്ങനെയെങ്കിലും ബാലേട്ടനെയും കൂട്ടി ഇവിടുന്ന് മാറാൻ നോക്ക്. അതായിരിക്കും നല്ലത്. അയ്യോ, സീതയെടുത്തി കുഞ്ഞിനെ ഒന്ന് പിടിച്ച എന്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഹലോ മാഡം, വളരെ അർജന്റാണ്, കണ്ടേ പറ്റൂ. എന്താ കാര്യം? കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞാ കണ്ടേ പറ്റൂ മാഡം. ഇല്ലെങ്കിൽ ഞാനും മാഡവും ഒന്നിച്ചകത്താകും. ഞാൻ കനാൽ റോഡിലുണ്ട്. മാഡം വേഗം വരണം. മാക്സിമം കാശ് എടുത്തോളണം. എന്താ കാര്യം ഒന്ന് പറ. മാഡം, തീ കൊണ്ട് കളിക്കരുത്, വെറുതെ സമയം കളയരുത്. താമസിക്കുന്ന ഓരോ നിമിഷവും അപകട. ആരാ കലമോളെ? അത് അമ്മയാ. അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന്. എന്നാ ഞാനൊന്ന് പോയിട്ട് വരാം സീതയെടുത്തി. അവിടെ നിന്നേ. എന്താ കാര്യം? വകയില് ഞാൻ നിന്റെ ആരായിട്ട് വരും? നിങ്ങൾ എന്റെ മൂത്ത മോൻ. നിങ്ങൾക്കിത് എന്തിന്റെ കുഴപ്പാ മനുഷ്യ? ചോദിച്ചതിന് ഉത്തരം പറയടി. ഞാൻ നിന്റെ ആരാ? നിങ്ങൾ എന്റെ ജീവിതത്തിലെ ദുരന്തം, എന്റെ ഭർത്താവ്. ആണല്ലോ. ഭർത്താവിനോട് ഭാര്യ കാണിക്കേണ്ട മര്യാദകളെ പറ്റി ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഞാനൊന്നും ഓർക്കുന്നില്ല. നിന്റെ മോന്തക്കിട്ട് ഞാൻ ഒരെണ്ണം തരട്ടെ? അപ്പോ നീ ചിലപ്പോ ഓർക്കുമായിരിക്കും. അന്ന് നടു റോഡിൽ വെച്ച് നിന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് നിന്നെ ഞാൻ തല്ലിയത് എന്തിനാണെന്ന് നീ ഓർക്കുന്നുണ്ടോ? ഓ, അതോ? അത് നിങ്ങളോട് പറയാതെ പോയെന്നും പറഞ്ഞു. അത് നീ ഓർക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഇന്ന് നീ എന്നോട് ചോദിച്ചിട്ടാണോ ഇപ്പൊ പുറത്തേക്ക് പോകുന്നത്? ഇത് വലിയ കഷ്ടമാണല്ലോ മുടിയോനെ കൊണ്ട്. എനിക്ക് ഇടം വലം തിരിയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? നിങ്ങളെന്താ എന്റെ വീട്ടിലെവിടെങ്കിലും ഇട്ടേക്കോണോ? നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അത് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയാലെന്താ? എങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടുത്തെ വരാന്തയില് ഒരു മൂവ്മെന്റ് രജിസ്റ്റർ കെട്ടിത്തൂക്കും, അല്ലെങ്കിൽ ഒരു പഞ്ചിങ് മെഷീൻ സ്ഥാപിക്കും. അപ്പൊ അറിയാം ഞാൻ എങ്ങോട്ടാ ചലിക്കുന്നതെന്ന്. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ഇപ്പൊ നീ എവിടെ പോകുന്നു പറ. ആദ്യം അതൊന്നും അറിയട്ടെ. ഞാനേ ഇന്ത്യൻ റെയിൽവേയുടെ വേണാട് എക്സ്പ്രസ് വിൽക്കുന്നുണ്ടെന്ന് കേട്ടു. അത് മേടിക്കാൻ പോകും. നല്ലതാ. എന്നിട്ടേ നീയും നിന്റെ അമ്മയും കൂടെ അതിനങ്ങ് തലവെക്ക്. എന്റെ അമ്മയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. എന്തോ വലിയ അത്യാവശ്യ കേസാണെന്ന് തോന്നുന്നല്ലോ. ഒരു അത്യാവശ്യ കേസും അല്ല. എനിക്കൊന്ന് പാർലറിൽ പോണം, അത്രേ ഉള്ളൂ. ബ്യൂട്ടി പാർലറിൽ നിന്നായിരുന്നോ നിനക്ക് മുമ്പേ കോള് വന്നത്? ഫോൺ വന്നെന്നോ? എപ്പോ? കൂടുതലേ കിടന്നങ്ങ് ഉരുളല്ലേ. നിനക്ക് ഫോൺ വന്നു, നീ സംസാരിക്കുന്നതും ഞാൻ കേട്ടു. റോഡിൽ വെയിറ്റ് ചെയ്യാൻ പറയുന്നു,
കാശുമായിട്ട് വരാന്ന് പറയുന്നു. ഓ അത് ശരി. അപ്പൊ നിങ്ങൾ സംസാരം ഒളിച്ചെന്ന് കേക്കുവായിരുന്നല്ലേ? നോണമില്ലാത്ത മനുഷ്യൻ. നിന്റെ ഭർത്താവായിട്ടിരിക്കാൻ ഇത്രയും നാണത്തിന്റെ ആവശ്യമൊക്കെ മതി. നീ ആദ്യമേ ചോദിച്ചതിന് മറുപടി പറ. ആരായിരുന്നു നിന്നെ വിളിച്ചത്? അത് ബ്യൂട്ടി പാർലറിലെ മല്ലി. മല്ലിയോ? മല്ലിയല്ല, ലില്ലി. ലില്ലി. മല്ലിക്കും മുളകിനൊക്കെ നീ എന്തിനാ കാശ് കൊടുക്കുന്നത്? അത് പിന്നെ അവർക്കൊരു ചിട്ടിയുണ്ടേ. പാർലറിൽ വരുന്നവരൊക്കെ അവരതിൽ ചേർക്കാറുണ്ട്. എന്നോട് കുറെ നാളുകൊണ്ട് പറയുന്നതാ, ഇന്നങ്ങ് ചേരാന്ന് വെച്ചു. അതേതായാലും നന്നായി. നിന്റെ ചിട്ടി വട്ടമെത്താറായെന്നാ എനിക്ക് തോന്നുന്നത്. അതെന്താ നിങ്ങളൊരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? ഒന്നുമില്ലേ. ഓ ആ നീ ചെല്ല്. ദേ ലില്ലി വിളിച്ചു മരിക്കുന്നു. ആ. എങ്ങോട്ടാ മാഡം? എങ്ങോട്ടാണെന്ന് ഞാൻ എനിക്ക് സൗകര്യമുള്ളപ്പോ പറയും. നീ വണ്ടി എടുക്കണം അങ്ങോട്ട്. ഹലോ മൈലമ്മേ, ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് എന്താ മാഡത്തിന് മനസ്സിലാവാത്ത? മാഡം കരുതുന്ന പോലെയല്ല ഇപ്പോഴത്തെ അവസ്ഥ. ഓരോ ദിവസവും കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. പറഞ്ഞു വരട്ടാൻ വേണ്ടിയാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? നീ ആവശ്യം എന്താണെന്ന് പറ ശിവ. എനിക്ക് ഇവിടുന്ന് പോണം. എല്ലാ ഇടപാടുകളും തീർത്ത് 1-2 ദിവസത്തിനകം ഞാനിവിടെ വിടുകയാണ്. അല്ല, എങ്ങോട്ട് പോകാനാ നിന്റെ ഉദ്ദേശം? ഇന്ത്യക്കകത്ത് വേണോ പുറത്തു വേണോ എന്ന് രണ്ടും ഞാൻ ആലോചിക്കുന്നുണ്ട്. ഗൾഫിലൊരു സുഹൃത്തുണ്ട്, അവൻ്റെ അടുത്തേക്ക് പോകണം. വിസിറ്റിംഗ് വിസ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു 3 ദിവസം താമസം. പിന്നെ വർക്ക് പെർമിറ്റ് സംഘടിപ്പിച്ച് ഞാനവിടെ ജീവിക്കും. അത് ശരി. അപ്പൊ നീ കളം വച്ചൊഴിഞ്ഞു പോവുകയാണല്ലേ? തൽക്കാലം മാറി എന്നേ പറ്റൂ. കാരണം ഇന്നലെ ഞാൻ താമസിക്കുന്ന ലോഡ്ജിന് ചുറ്റും ഒരുപാട് അപരിചിതരുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ. ലോഡ്ജിലാവുമ്പോ അപരിചിതര് വരും പോവും. മാഡം ഇങ്ങനെ നിസ്സാരമായി സംസാരിക്കരുത്. മാഡത്തിന്റെ പിന്നാലെയും കാണും ആളുകൾ. ഒക്കെ ഷാഡോ പോലീസാ. ഒന്ന് ചുമ്മാതിരിക്കടാ. ഷാഡോ പോലീസ് പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ളത് ശരിയാ. ഈ കേസ് മാത്രമാണോ ലോകത്തുള്ളത് അവർക്കിങ്ങനെ നമ്മുടെ പുറകെ നടക്കാനായിട്ട്? മാഡം, ഈ കേസ് CA അയ്യപ്പൻകുട്ടിക്ക് ഒരു വാശി പോലെ. അയാളത് തെളിയിക്കാനായി എന്തും ചെയ്യും. നമ്മളൊക്കെ പെടും. ഞാൻ പിടിക്കപ്പെട്ടാൽ മാഡവും അകത്താവും. അതിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടല്ലോ ശിവ. നീ അകത്തായ ഞാനെങ്ങനെ അകത്താവും? നീ വയലോരം വീട്ടിൽ കുട്ടിമണിയെ കൊല്ലാൻ വന്നു, മനസ്സിജൻ പറഞ്ഞിട്ട്. അബദ്ധത്തിൽ ശാരദാമ്മ കൊല്ലപ്പെട്ടു. അതിനകത്തെ കൂട്ടുപ്രതിയായി വെലങ്ങിന്റെ അങ്ങേയറ്റത്ത് മനസ്സിജനല്ലേ കാണൂ. അവിടെ എങ്ങനെ മതികല വരും? ഇതൊക്കെ നമ്മൾ കെട്ടിച്ചമച്ച് പറയുന്നതാണെന്നേ വരൂ. ഒന്നാമത് ഞാൻ മനസ്സിനെ കൊല്ലാൻ ശ്രമിച്ചില്ലേ, അതുകൊണ്ട് അവനെതിരെ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കഥയാണെന്നേ പോലീസ് വിശ്വസിക്കൂ. അതും ശരിയാ. ഞാനിപ്പോ എന്തു വേണം? ഞാൻ പറയുന്നത് മാഡം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. മാഡവും എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം. പിന്നെ ഞാൻ പോലീസിനെ പേടിച്ച് നാട് വിടാനോ? ആ ഒരു ഒറ്റ കാര്യം മതി പോലീസ് എന്നെ പിടിച്ച് അകത്തിടാനായിട്ട്. മാഡവും ഭർത്താവും കൂടെ ഒരു ടൂറിന് പോകുന്നൊന്ന് വെക്കുക. മാറി നിന്ന് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് അമ്മാവനോട് പറഞ്ഞ് പോലീസിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ നോക്ക്. പഴുതുകൾ അടയ്ക്കാനുള്ള വഴികൾ നോക്ക്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്നെ ആരോ പിന്തുടരുന്നു എന്നുള്ള സത്യമാണ്. എനിക്ക് പേടിയായി തുടങ്ങി. മാഡം, മുഖത്ത് നോക്കി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മാഡത്തിനൊന്നും തോന്നരുത്. എന്താ? ഇനി മാഡത്തിന്റെ ചന്ദ്രുവേട്ടൻ്റെ ആളുകളാണോ എൻ്റെ പുറകെ ഉള്ളത്? അല്ല, ആരും അറിയാതെ ശിവയെ തീർത്തു കഴിഞ്ഞാൽ ഒരുപാട് രഹസ്യങ്ങൾ അതോടെ ഒതുങ്ങുമല്ലോ. അതെന്താ നീ അങ്ങനെ സംസാരിക്കുന്നേ? ഒപ്പം നടന്ന നിന്നെ ഞങ്ങൾ കൊല്ലൂ. എന്റെ മാഡം, കൊണ്ട് നടന്നതും നീയേ ചാപ്പ, കൊണ്ട് കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് കേട്ടിട്ടില്ലേ? ഇതുപോലെ ഒന്നിച്ച് നടന്നവരാ ഞാനും മനസ്സിജനും. പക്ഷെ അവന്റെ പദപ്പിന് പിച്ചാത്തി കയറ്റുമ്പോ എന്റെ കൈ വിറച്ചില്ല. ആ ജനിച്ച് തന്നെ പെടുന്നവനാ ഈ ചന്ദ്രുബായ്. എന്തായാലും നിനക്ക് സ്കെച്ച് ഞാൻ വരച്ചിട്ടില്ല.
എങ്കിലെന്നെ പോകാൻ സഹായിക്കണം മാഡം. ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ഒന്നുകിൽ കടലിനപ്പുറത്ത്, അല്ലെങ്കിൽ ആന്ധ്രയിലെ സിംഗരേനി മൈനിങ് ഏരിയ, കൽക്കരിപ്പാടങ്ങളുടെ ഏരിയ. അവിടെ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവിടെ എത്തിയാൽ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഇവിടെ എല്ലാം കെട്ടടങ്ങുമ്പോൾ, CA അയ്യപ്പൻകുട്ടി കേസിന്റെ ചുമതലയിൽ നിന്നൊഴിയുമ്പോൾ, ഈ കേസ് ഫയൽ ചുമന്ന ചരടിട്ട് കെട്ടിമുറുക്കിയെന്നറിയുമ്പോൾ മാഡം എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ശിവ വരും. ശിവ നന്ദിയുള്ളവനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ നിനക്ക് പണം തരുന്നത് ചോദിക്കുമ്പോഴൊക്കെ. ഞാൻ കാശിനു വേണ്ടി മാത്രം മാഡത്തിനെ വിളിക്കുന്ന ഒരാളാണെന്ന് കരുതരുത്. എനിക്കുണ്ടായ അപകടത്തിന്റെ പെൻഡുലം തിരിച്ച് മാഡത്തിന്റെ നേരെ തന്നെ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ മാഡത്തോട് പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. എന്തായാലും ഒരുപാട് നേരം നീ ഞാനും കൂടി ഇവിടെ നിൽക്കണ്ട. പിടി, 1 ലക്ഷം രൂപയുണ്ട്. സംഘടിപ്പിക്കാവുന്നത് സംഘടിപ്പിച്ചു. എന്റെ 3 അക്കൗണ്ടുകളിൽ നിന്നായിട്ട് ഇത്രയും വിഡ്രോ ചെയ്യാനേ പറ്റുള്ളൂ. നീ കൊണ്ടുപോയ്ക്കോ. ഇത് കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്. ആ ATM കാർഡും പിൻ നമ്പറിങ് തന്നിരുന്നെങ്കിൽ ഞാൻ ആവശ്യമുള്ളപ്പോൾ വലിച്ചോളായിരുന്നു. അധികം വലിപ്പിക്കാൻ നിൽക്കാതെ പോ നോക്ക് ശിവ. പിന്നെ നിന്റെ മൊബൈൽ ഓഫാക്കി വെച്ചോളാം, ഇല്ലെങ്കിൽ പോലീസ് ടവർ ലൊക്കേറ്റ് ചെയ്യും. അവര് പുറകെ ഉണ്ടെന്നല്ലേ നീ പറയുന്നത്? പോലീസ്. ശരിയെന്നാ. അവര് ബ്രിഡ്ജ് പാസ് ചെയ്തെന്നല്ലേ പറഞ്ഞത്? ഓക്കെ. ഏലിയമ്മേ, ആ തേരിന്റെ അകത്തിരിക്കുന്ന കൊച്ചമ്മയോടെങ്കിൽ ഇറങ്ങി വരാൻ പറ. മാഡം, എന്തു വേണം? ബുക്കും പേപ്പറും ആയിരിക്കും, എടുത്തു കൊടുക്കും. മാഡത്തിനോട് ഇറങ്ങി വരാൻ പറഞ്ഞു. എന്നെയോ? ആര്? CI സാർ. മാഡം അങ്ങ് വന്നേ. ഇത് വലിയ ശല്യമായല്ലോ. എന്താ ഏലിയമ്മേ, ഇറങ്ങത്തില്ലേ? അതോ ഞാൻ വന്നിട്ട് ഇറക്കണോ? മാഡം പ്ലീസ് ഇറങ്ങി വാ. എന്തു വേണം? എനിക്കൊരു പ്രൊമോഷൻ വേണമായിരുന്നു. മാഡത്തിന്റെ അങ്കിളിനോട് പറഞ്ഞ് ഒന്ന് ശരിയാക്കി തരുമോ? നിങ്ങളെന്താ വഴിയിൽ തടഞ്ഞു നിർത്തിയ ആളെ പരിഹസിക്കുവാണോ? ഒരു വണ്ടി വഴിയിൽ തടഞ്ഞു നിർത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ. ഞങ്ങൾ ഇതുവഴി വരുന്ന വാഹനങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. വണ്ടിയുടെ ബുക്കും പേപ്പറും വേണമെങ്കിൽ ഡ്രൈവർ തരും. എനിക്ക് മാഡത്തിന്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും അല്ല കാണേണ്ടത്. മാഡത്തിന്റെ ബാഗൊന്ന് കാണിച്ചേ. എന്റെ ബാഗോ? എന്റെ ബാഗ് എന്തിനു നിങ്ങൾ നോക്കണം? അതൊക്കെ ഉണ്ട്, അതിങ്ങോട്ട് താ. ആ വണ്ടിക്കകത്ത് ബാഗോ പേഴ്സോ ഉണ്ടെങ്കിൽ ഒന്നും എടുത്തോണ്ട് പോയല്ലേ അമ്മേ. ഇതാ മാഡം. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? ഇതെന്ത് തോന്നിവാസോ? വഴിയിലെ തടഞ്ഞിരുത്താൻ ഞാൻ എന്താ കൊള്ളക്കാരിയോ അതോ കള്ളക്കടത്തുകാരിയോ? ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയാം. പോയി ബുക്കും പേപ്പറും എടുത്തോണ്ട് വാ. ഞാനോ? പിന്നെ ഞാൻ പോണോ? ദേ, എന്നെ കൊണ്ട് പോലീസ് ഭാഷ എടുപ്പിക്കരുത്. ഇന്ന പേപ്പർ നോക്ക്. ഓ, മാണിക്യമംഗലത്തെ വണ്ടിയല്ലേ? പേപ്പർ എല്ലാം കറക്റ്റ് ആയിരിക്കും, അതെനിക്കറിയാം. എന്താ പിന്നെ മാഡം പൊയ്ക്കോ. നിങ്ങൾക്കിത് ഞാനൊന്നും പറയുന്നില്ല, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ഏയ്, എന്താ? പേടിക്കണ്ട, അറസ്റ്റ് ചെയ്തതല്ല. മാഡം എവിടെ പോയതായിരുന്നു? അത് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയതാ. എന്നിട്ട് എന്ത് ചെയ്തു? ക്ലീനപ്പോ, ഫേഷ്യലോ, ബ്ലീച്ചോ അതോ ഹെയർ സ്മൂത്തനിങ്ങോ? അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ മാഡത്തെ കണ്ടിട്ട്. അതിനൊന്നും അല്ല ഞാൻ പാർലറിൽ പോയത്. ഓ, ഞാനത് മറന്നു. ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു ബ്യൂട്ടി പാർലർ വഴി പോളിയോ വാക്സിൻ കൊടുക്കുന്നെന്ന്. മാഡം അത് കുടിക്കാനായിട്ട് പോയതായിരിക്കും അല്ലേ? നിങ്ങൾ പരിഹസിക്കൊന്നും വേണ്ട.
ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു. ശരി, മാഡം പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിക്കുന്നു. എന്നാ പിന്നെ മാഡം ചെല്ല്. വെയിലുകൊണ്ട് കരിവാളിക്കാൻ നിൽക്കണ്ട. വണ്ടി എടുക്കങ്ങോട്ട്. ഹലോ, ഈ കാറ് പണിന്നൊന്നും അത്ര വലിയ ജോലിയൊന്നുമല്ല. എന്നാന്ന് വെച്ചാൽ ഒരു വണ്ടി അങ്ങോട്ട് ഇട്ട് വെക്കുക, പിന്നെ അത് അങ്ങോട്ട് തുറന്ന് വെക്കുക. പിന്നെ അതിനകത്തുനിന്ന് കൊറേ സംഭവങ്ങൾ കുത്തിയെടുത്ത് അങ്ങ് പുറത്തോട്ട് വെച്ച, എന്നിട്ട് പിന്നെ അതിനകത്തോട്ട് കൊറേ സംഭവം തിരിച്ചങ്ങോട്ട് വെച്ച, പിന്നെ കേറിയിരുന്ന് മനുഷ്യനോടൊരു കാറ് വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ എന്നാ ഗമയായിരുന്നു. ഇച്ചിരിയും കൂടെ വലിയ കാറായിരുന്നേല് എനിക്ക് കയറിയിരുന്ന് അങ്ങ് ഓടിച്ചായിരുന്നു. പിന്നെ പക്ഷേ ഇതാവുമ്പോ നമുക്ക് അങ്ങ് എടുത്തോണ്ട് പോവാലോ. എടി കുഞ്ഞാനേ, എനിക്ക് ഇങ്ങനെ കുഞ്ഞാനി മോളെ ഇത് കണ്ട, ഞാനേ സ്വന്തമായിട്ട് ഒരു കാറ് മേടിച്ചു. എനിക്ക് ഓടിച്ചാനല്ല, പഠിച്ചാനാ. കാറ് എങ്ങനെയാണ് പണിയുന്നേന്ന് പഠിച്ചാൻ. ഇങ്ങനെ പഠിച്ച മനുഷ്യന്റെ കാറ് വരുമ്പോ അത് മൊത്തം ഞാൻ അയച്ചു പണിയും. അയച്ചയച്ച് ഞാനൊരു പണി പഠിച്ചു പതിക്കും. അതെ, നീ എന്താ ഇപ്പൊ പറഞ്ഞത്? എന്റെ കാർ നിനക്ക് അഴിച്ചു പണിയണമെന്നാണോ? അരേ അയ്യോ, ഞാനേ ഇപ്പൊ ഈ കുഞ്ഞു കാറി പഠിക്കുന്ന എന്നാത്തിനാന്നറിയാവോ? മനുഷ്യന് വേണ്ടിയാ. എനിക്ക് വേണ്ടിയോ? ഈ കളിപ്പാട്ടം തല്ലി പൊളിക്കുന്നത് എനിക്ക് വേണ്ടിയാണോടി? അയ്യോ, തല്ലി പൊളിച്ചു അല്ല, അങ്ങനൊന്നും പറയല്ലേ. വണ്ടി പണിയുമല്ലേ, ഇന്ന് വക്രോശില് പണിഞ്ഞില്ലേ, അതുപോലെ പണിഞ്ഞോണ്ടിരിച്ചു ഞാൻ ഈ കാരാ. അരെ മനുഷ്യ, ഇനി നമ്മുടെ ഈ കാറ് വരുമ്പേ അതിനെന്തെങ്കിലും കേടോ കുറ്റമോ പനിയോ ചുമയോ തലവേനയോ അങ്ങനെ എന്തേലും വന്നാല് നമുക്ക് വക്രോശില് പോയി അവിടുത്തെ ഡോക്ടറെ കാണിച്ചതിന്റെ കാര്യമില്ല. ഡോക്ടറോ? എടി ഡോക്ടറല്ല, മെക്കാനിക്ക്. അല്ല, ഡോക്ടർ എന്നാ ഞാൻ പറയൂ. കാറിന് അസുഖം വന്നാ കാറിനെ നോക്കുന്ന ഡോക്ടർ, ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന ആ കറുത്ത കരിയോയിൽ ചേട്ടൻ നേഴ്സ്. സംഭവിച്ചേ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, അപ്പോ നമുക്ക് ജോലി ചെയ്യാൻ അറിയാമെങ്കില് നമുക്കല്ലേ എനിക്ക് അറിയാമെങ്കില് അപ്പോ മനുഷ്യനെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടല്ലോ, എന്റെ അടുത്ത് തന്നാ മതി. ഞാൻ മൊത്തം അഴിച്ചു പണിഞ്ഞാ പോരെ. എന്റെ പൊന്നെ വേണ്ട. ഒന്നാമത് അതൊരു പഴയ വണ്ടിയാ, നിന്റെ റിപ്പയറിംഗ് താങ്ങാനുള്ള കപ്പാസിറ്റി അതിനുണ്ടാവൂല. കുറച്ചു കാലം കൂടി അത് ഓടിക്കോട്ടെ. ഇതാ മനുഷ്യന് ഒന്നിലും ഒരു കാര്യത്തിലും എന്നെ വിശ്വാസമില്ല. അയ്യോ എന്റെ പൊന്നു കുട്ടു, എനിക്ക് നിന്നെ വലിയ വിശ്വാസം. പിന്നെ നിന്നെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്ത് ചെയ്യുമെന്നും എനിക്കറിയാം. 1 മണിക്കൂർ നിനക്ക് തന്നാൽ നീ ഈ വീട് പൊളിച്ചെടുക്കും, ചുടുകട്ടയും മണ്ണും ഒക്കെ ആക്കി മാറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അത്രയും സമയം വേണ്ട നിനക്ക് ആ കാറ് പൊളിച്ചെടുക്കാൻ. 4 ചക്രം മാത്രം അവസാനം ഞാൻ ഉരുട്ടിക്കൊണ്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ പൊന്നു മോള് കാറ് പണിയുന്നതിനെ പറ്റിയൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട കേട്ടോ. എന്തായാലും ഈ കളിപ്പാട്ടക്കാറും പണിഞ്ഞ് ഈ കിങ്ങിണിപ്പാവയും കളിപ്പിച്ചോണ്ട് ഇവിടെ ഇരുന്നോ കേട്ടോ. ഞാനൊരു പൂമാലേറ്റാൻ പോവാ. പൂമാല അതെ, ഉള്ള പൂക്കളൊക്കെയാ ഞാൻ ഈ നുള്ളി പറിച്ചിട്ടുള്ളത്. ഇനി അതിൽ ഇലകൾ മാത്രമേ ഉള്ളൂ ബാക്കി കേട്ടോ. ആ ഇലയും കൂടെ പറിച്ചാൻ പാടില്ലായിരുന്നോ മനുഷ്യ? അല്ലെങ്കിലേ ഇലയെല്ലാം പുയു. അതെ, പുയുവിന് എന്തെങ്കിലും ജീവിക്കണ്ടേ? ഞാനിപ്പോ ഒരു നല്ല പൂമാലേറ്റാൻ പോവാ. എന്തിനാ മാല? അതൊക്കെ എന്റെ മനുഷ്യൻ കണ്ടോ. പോയി വായനാര് കൊണ്ടുവാ. എന്തോന്ന് വായനാര്? വായ വലിയ വായ. ഓ, വാഴനാര്. ശരി, കൊണ്ടുവരാം വായനാര്. വേഗം വേണേ, അധികം സമയമൊന്നുമില്ല. എടാ പൂക്കളെ, നിന്നെല്ലാം കൂടി ഒന്നിച്ചേട്ട് ഞാൻ മാലയാക്കാൻ പോവാടാ. വാടാ ഇവിടെ. 1, 3, 9, 5, 15.
സദ്യക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു ബാലേട്ട. ആ കുറച്ച്. ഇനി പായസത്തിനുള്ള സാധനങ്ങളും എടുക്കണം. ഒരുപാടൊന്നും വേണ്ടല്ലോ, കുറച്ച് പേരല്ലേ ഉള്ളൂ. ആ അല്ലടാ, പേരിടിയിൽ ചടങ്ങ് കലമോളുടെ വീട്ടിൽ പോയി വിളിക്കണ്ടെന്നാണോ നീ പറയുന്നത്? എന്തിന്? വിളിച്ചാലും അവർ പരിഹസിക്കത്തേ ഉള്ളൂ, വരത്തുമില്ല. ഇനി വന്നാ തന്നെ ചടങ്ങ് കുളമാക്കാൻ നോക്കത്തേ ഉള്ളൂ. അല്ല, വിളിക്കാതിരുന്ന നിനക്ക് ക്ഷീണമാവോന്നോർത്താ. എനിക്കിനി എന്നാ ക്ഷീണം സംഭവിക്കാനാ ബാലേട്ട? നീ എന്തൊക്കെയോ മനസ്സിൽ ഒതുക്കി പിടിച്ചാ സംസാരിക്കുന്നത്. എന്താടാ? ഒന്നുമില്ല ബാലേട്ട. അത് ചുമ്മാ. ഒതുക്കി പിടിക്കുന്നതും മറച്ചു വെച്ചതും ഒക്കെ ഉടനെ പുറത്തു ചാടും. ബാലേട്ടനിപ്പോ അത്ര അറിഞ്ഞാ മതി. ബാലേട്ടൻ വന്നായിരുന്നോ? ഞാൻ കുഞ്ഞിന്റെ കൂടെ കിടന്നൊന്ന് മയങ്ങി. എന്തൊരു ചൂട്! ദേ, കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു ചൂടുകുരു പൊങ്ങിയിട്ടുണ്ട്. നമുക്ക് ഡോക്ടറെ കാണിക്കാം. എന്തെങ്കിലും പൗഡർ? ഓ, അതിനിപ്പോ ഡോക്ടറെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഒരു പൗഡർ വാങ്ങിയാ മതി. എനിക്കറിയാം ഏതാണെന്ന്. ഓ, നീ പിന്നെ പാതി ഡോക്ടറാണല്ലോ, ഞാനതങ്ങ് മറന്നു. ബാലേട്ടൻ എന്തിനാ അങ്ങനെ പറയുന്നേ? ഞാൻ അതൊന്നും ചിന്തിച്ച് പറഞ്ഞൊന്നും അല്ല. കല പുറത്തു പോയിട്ട് വന്നോ രവി? ആ വന്നു, മുറിയിലുണ്ട്. കേട്ടോ ബാലേട്ടാ, ഇന്ന് ഞാൻ ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോ കുറെ നേരം കലമോളാ കുഞ്ഞിനെ നോക്കിയത്. അപ്പോഴൊരു ഫോൺ വന്ന്. അത് കഴിഞ്ഞ് കലമോള് പുറത്തു പോയി. അല്ലായിരുന്നെങ്കിൽ കുറെ നേരം കൂടി കുഞ്ഞിനെ നോക്കിയേനെ. ദേ, നിങ്ങൾ ഒരു കുഞ്ഞിനെ കുറിച്ചൊക്കെ ചിന്തിക്കാറായി കേട്ടോ. കലമോൾക്ക് അത്രക്ക് ഇഷ്ടം എന്റെ ഈ പൈങ്കിളിയെ. അല്ലേടി? പൈങ്കിളിയോ? പുതിയ പേരിട്ടോ? ആ, ബാലേട്ടൻ ഓരോ പേരും കൊണ്ട് വരുമെന്നറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു പേരും കിട്ടും. എങ്ങനെയുണ്ട് രവി? നല്ലതല്ലേ? കൊള്ളാം. എന്ത് പേര് വേണമെന്ന് നാളെ തീരുമാനിക്കാമല്ലോ. വല്യേട്ടാ, വല്യേച്ചി, എനിക്കിപ്പോ കുഞ്ഞാവെ ഇഷ്ടമാണ്. വഴക്കൊന്നുമില്ല. ഇന്നലെ അമ്മ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞായിരുന്നു ഇതേ എന്റെ കുഞ്ഞുമണിയാണെന്ന്. ആ, ഇത് കുഞ്ഞുമണിയൊന്നും അല്ല കുട്ടിമണി. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അല്ല, അവള് വെറുതെ പറയുന്നതല്ലേ ഏട്ടത്തി, സ്നേഹം കൊണ്ടല്ലേ. കുട്ടിമനയുടെ ഒരു സന്തോഷത്തിന് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതങ്ങനെ ഇരുത്തണ്ട, പിന്നീട് അത് പ്രശ്നമാവും. എന്ത് പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഞാൻ ബാലേട്ടനോട് പറഞ്ഞതല്ലേ. ഞാൻ എന്നെ കുഞ്ഞുമണിനെ വിളിച്ചതുള്ളൂ. എടി കുഞ്ഞുമണിയെ, മോളെ, ഇന്ന നിനച്ചേ അമ്മയുടെ വക ഒരു മാല കഴുത്തിലിട്ടോ. അമ്മയല്ല, അപ്പച്ചി. അപ്പച്ചിക്ക് അമ്മയുടെ സ്ഥാനം തന്നെയാ. എങ്കിലേ അപ്പച്ചിയമ്മന്ന് വിളിച്ചാ മതി. കുട്ടിമണിയുടെ ഒരു ആഗ്രഹമല്ലേ സീതർത്തി? കിങ്ങിണിപ്പാവയുടെ അമ്മയല്ലേ അവള്? അതിനിത് കിങ്ങിണിപ്പാവ അല്ലല്ലോ. അറിയാം, സീതയുടെ കുഞ്ഞാണെന്നറിയാം. കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിന്റെയാ. ഇതും ദൈവത്തിന്റെ കുഞ്ഞാ. ഇതേ എന്റെ കുഞ്ഞാ. കുട്ടിമണിയുടെ കുഞ്ഞാ ദൈവത്തിന്റെ അടുത്ത് പോയത്. നിർത്തടി, നീ എന്താ സംസാരിച്ച് കേറിപ്പോന്നു? ബാലേട്ടാ, അയ്യോ വഴക്കിടല്ലേ. ഞാൻ വായിക്കുന്നൊന്നുമില്ല. എന്നോടേ അമ്മ പറഞ്ഞിട്ടുണ്ട് വായിക്കിടല്ലെന്ന്. ഞാനേ ഈ പൂമാല തരാൻ വന്നതാ. ഇന്ന എത്താ. വേണ്ട, മാലയൊന്നും വേണ്ട. വേണം. മോളിങ്ങത്താ. അച്ഛയുടെ കുഞ്ഞുമണിക്കേ ദേ കുട്ടിമണിയമ്മ പൂമാല കൊണ്ടുവന്നിരിക്കുന്നു. ഈ ബാലേട്ടന് ബുദ്ധിയില്ലാതായോ? അതിലൊരു പുഴു ഉണ്ടായിരുന്നത് കണ്ടില്ലേ? അതില് ഒരു ചെറിയ പുഴു ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലല്ലോ. ഉണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ എന്നാ ചെയ്യും? കുട്ടോ, നമുക്ക് പോയി വേറൊരു മാല കേട്ടാ. എന്താ? ഇപ്പൊ കേട്ടാ, മനുഷ്യ പൂവെല്ലാം കൊണ്ടുവരോ? എടി കുഞ്ഞോനി മോളെ, അമ്മ വേറൊരു മാല എടുത്തു തരാവേ. അതെ, ഞാനേ ഇപ്പൊ കെട്ടിട്ടെന്റെ മാലയിലെ ഒരു പുഴു ഉണ്ടായിരുന്നു. ഈ വല്യച്ചമ്മ പറഞ്ഞു. വല്യച്ചമ്മ അല്ല, അമ്മ. അല്ല, വല്യച്ചമ്മയാ. കുട്ടുമുറിയിലേക്ക് ചെല്ല്, മനസ്സിൽ ഞാൻ പൂ പറിച്ചോണ്ട് വരാം. എടി കല്ലുപെണ്ണെ, ചക്കരെ പോട്ടെ. ആ മാലയില് പുഴുണ്ടായിരുന്നു അല്ലേ സീതർത്തി? ഇവള് കണ്ടെന്നല്ലേ പറഞ്ഞേ? നമുക്ക് പിന്നെ ബുദ്ധിയും കാഴ്ചയും കുറവാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ ബാലേട്ടാ, കുട്ടിമണിയോടുള്ള സ്നേഹം നിങ്ങൾക്കിടയിൽ ഒരു വഴക്കാവണ്ട. സീതർത്തി വലിച്ചെറിഞ്ഞത്
നാരിൽ കോർത്ത 4-5 പൂക്കളല്ല, കുട്ടിമണിയുടെ സ്നേഹമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കാൻ ഞങ്ങളില്ലേ സിജ? ആർക്കും ആരെയും സ്നേഹിക്കാൻ സീതെടുത്തി തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കാതിരുന്നാ മതി. ഒന്നും തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹമില്ല എനിക്കും കുട്ടിമണിക്കും. ഇങ്ങനെ മാറുമോ പെണ്ണുങ്ങളുടെ സ്വഭാവം? ഒരമ്മയുടെ സ്വാർത്ഥതയെ ബാലേട്ടൻ അതൊന്നും കാര്യാക്കണ്ട. കാര്യമാക്കിയാലേ കുടുംബത്തിന്റെ സ്വസ്ഥത പോകും. ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ എനിക്കങ്ങ് പോകായിരുന്നു. ഹലോ ഹലോ, എന്തോന്ന് ഹലോ? അമ്മേ ഞാൻ എത്ര തവണ വിളിച്ചു, എവിടെയായിരുന്നു? ഫോൺ സൈലന്റ് ആയിരുന്നു. ആ, എല്ലാവരും സൈലന്റ് ആവാൻ പോവുക. എന്ത് പറ്റി മോളെ? നീ കാര്യം പറ. ഞാൻ ശിവയെ കാണാൻ പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞില്ലായിരുന്നു. ആ, അത് കുറച്ച് മുമ്പല്ലേ? എന്നിട്ട് കണ്ടില്ലേ? കണ്ടു. തിരിച്ചു വരുന്ന വഴിക്ക് വേറൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തു. എന്ത്? ആ പോലീസുകാരിയില്ലേ, അയ്യപ്പൻകുട്ടിയുടെ കൂടെ നടക്കുന്ന ആ സർക്കിള്, അവരെന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി. വഴിയിൽ തടഞ്ഞു നിർത്തിയോ? എന്തിന്? എന്താണെന്ന് മാത്രം അവര് പറഞ്ഞില്ല. ഒരുമാതിരി കള്ളപ്പുള്ളികളെ നോക്കുന്ന പോലത്തെ നോട്ടവും ചോദ്യം ചെയ്യലും, എന്റെ പേഴ്സ് വരെ പരിശോധിച്ചു. കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലേക്കാണല്ലോ മോളെ പോകുന്നത്. അതെ, ഉറപ്പായിട്ടും അതെ. നമ്മുടെ മീതെ വല വീണ് കഴിഞ്ഞു. ഇനി പോലീസിന് ചരട് മുറുക്കി വലിച്ചാൽ മാത്രം മതി. പോലീസിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ വിളിക്കാം. അതെ, ലില്ലിയായിരുന്നു, ബ്യൂട്ടി പാർലറിലെ. നീ ലില്ലിയെ നിന്റെ അമ്മയാക്കിയോ? അമ്മയോ? ആ, നീ അമ്മയെന്ന് വിളിക്കുന്നത് കേട്ടല്ലോ. അത് അമ്മയെന്നല്ല, അമ്മോന്ന്. ഒരു കാര്യം പറയുമ്പോ ആശ്ചര്യം കൊണ്ട് അങ്ങനെ പറയത്തില്ലേ? ഓ, അപ്പൊ ആശ്ചര്യ കൂടുതൽ കൊണ്ട് നീ ദീർഘിടാൻ മറന്നു പോയതല്ലേ? നിങ്ങളെന്താ മനുഷ്യനെ കളിയാക്കുന്നത്? അയ്യോ, ഞാൻ കളിയാക്കിയതാണോ? നീ പറഞ്ഞതങ്ങ് വിശ്വസിച്ചതല്ലേ? അല്ല, എന്തായിരുന്നു പോലീസ് തടഞ്ഞെന്നോ പരിശോധിച്ചെന്നോ ഒക്കെ കേട്ടല്ലോ. നീ നിന്റെ ലില്ലിയമ്മയോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഓ, അതോ? അത് ഞാൻ വരുന്ന വഴിക്ക് പോലീസിന്റെ ഹെൽമറ്റ് പരിശോധന എന്നെ പരിശോധിച്ചു. ഇപ്പോ കാറിൽ പോകുന്നൊരു ഹെൽമെറ്റ് വെക്കണോ? എന്നെ ഹെൽമെറ്റിന്റെ പേരിലൊന്നും അല്ല പരിശോധിച്ചത്. പിന്നെ അത് സീറ്റ് ബെൽറ്റ്. ബെൽറ്റൂരി അടിക്കാ വേണ്ടത്. എന്താ? ഒന്നും പറഞ്ഞില്ലേ? പോലീസ് കേട്ടപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത് കേട്ടോ. ഇന്ന് വെളുപ്പിനെ ഞാനൊരു സ്വപ്നം കണ്ടു. എന്തു സ്വപ്നം? നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്നെയോ? എന്നെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്യുന്നേ? അതൊന്നും എനിക്കറിയത്തില്ല. സ്വപ്നത്തിലായതുകൊണ്ട് പോലീസുകാരോടൊന്നും ചോദിക്കാനും പറ്റിയില്ലെന്നേ. അല്ല, നീ എന്തിനത്ര പേടിക്കുന്നേ? ഞാൻ സ്വപ്നല്ലേ കണ്ടത്. എനിക്ക് പേടിയൊന്നുമില്ല. ഞാനെന്തിനു പേടിക്കണം? എന്റെ കുടുംബത്തിലെ DYSP ഉണ്ട്, അറിയാലോ. വീട്ടിലെ പോലീസ് മന്ത്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അകത്ത് പോവാനുള്ളവരെ അകത്ത് പോയിരിക്കും. ആരകത്ത് പോവാൻ? എന്തിനകത്ത് പോവാൻ? നിങ്ങൾ എന്താ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? ഞാൻ പൊതുവായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നമേ ഫലിക്കുമെന്നാ